Hello all, welcome to Competitive Cracker. I'm Dr. Vidya Vijay. So, ഇനി എന്താണ് സെറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പ്രാവശ്യം സെറ്റ് എക്സാം എഴുതിയവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ കഴിഞ്ഞ എക്സാം ഇത്തിരി ടഫായിരുന്നു അല്ലേ? അപ്പൊ ടഫ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാം പാറ്റേൺ ഡിഫറെൻ്റ് ആയി അല്ലേ? പിന്നെ അടുത്ത സെറ്റ് നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ആ പാറ്റേൺ മനസ്സിലാക്കി തന്നെ വേണം നമ്മുടെ പ്രിപ്പറേഷൻ. ഈ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുറെ അധികം കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ? വളരെയധികം കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ സെറ്റിന് നമ്മൾ ഒരിക്കലും അത്രയും ഡീപ്പർ ലെവൽ, എന്നാലും നമ്മൾ ആ കോഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. മാക്സിമം കോഡ്സ് ഒക്കെ, അതായത് ഡയലോഗ്സുകൾ, ക്യാരക്ടേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് ഓരോ പോർഷനും പഠിക്കുന്നത്. എന്നാലും ഈ പ്രാവശ്യത്തെ കുറച്ച് ടഫായി, അതായത് കുറച്ചൊരു ഡിഫറെന്റ് പാറ്റേൺ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം ഈ കഴിഞ്ഞവര് ഒരുപാട് പേര് 4ാമത്തെ 5ാമത്തെ അറ്റംപ്റ്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ ആയിരിക്കും പോയേക്കുന്നത്. അങ്ങനെയുള്ളവർ വിഷമിച്ചിരിക്കുക അല്ല വേണ്ടത്. ഓക്കെ, ഇതുവരെ അറ്റൻഡ് ചെയ്തത് പ്രിപ്പറേഷൻ ഇല്ലാതെയോ പ്രിപ്പറേഷനോട് കൂടിയോ ആയിക്കൊള്ളട്ടെ, ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അത് സ്വന്തമായിട്ടാണെങ്കിൽ കൂടിയും നിങ്ങൾ ഒരേ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ജൂണിലായിരിക്കാം അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ജൂണിലാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു മുമ്പുള്ള 3 മാസ സമയം, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മന്ത്സ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം സെറ്റിന്റെ സിലബസ്, കൃത്യമായിട്ടൊരു സിലബസ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യം 6 യൂണിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് തന്നെ നമുക്ക് ഓരോ പോർഷൻസ് കവർ ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് ബിസി ഷെഡ്യൂൾ ഉള്ളവരാണ് പലരും. അപ്പൊ ആ ബിസി ഷെഡ്യൂളിൽ ഒരു ദിവസം ½ ആൻ അവർ സ്പെൻഡ് ചെയ്യുക നമ്മുടെ ടോപ്പിക്കിന് വേണ്ടി. അഥവാ ഒരു ദിവസം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ 1 അവർ സ്പെൻഡ് ചെയ്യുക. അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. അങ്ങനെ മാത്രമേ നമുക്ക് ആ എൻ്റെ യൂണിറ്റ്സും കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ യൂണിറ്റ്സ് കവർ ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു ലോങ് ടേം ബാച്ച് അതിനോടൊപ്പം ജോയിൻ ചെയ്യണം. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്നവർക്ക് CCയോടൊപ്പം, ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യാം. കാരണം നമ്മുടെ ലോങ് ടേം ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് നല്ലപോലെ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം സെറ്റ് ക്വാളിഫൈ ചെയ്യാതെ ഇനി നമുക്ക് മുമ്പോട്ടൊരു ലൈഫ് ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു ജോബ് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്യണം. അപ്പൊ ഓരോ ദിവസം, ഓരോ ഇയർ കഴിയും തോറും എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിപ്പറേഷൻ അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ലോങ് ടേം ബാച്ചിനോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു ലാസ്റ്റ് മൊമെന്റിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ സെറ്റ് ക്ലിയർ ചെയ്തില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും സെറ്റ് കഴിഞ്ഞാൽ നെറ്റ് അല്ലെ? അപ്പൊ പ്രിപ്പറേഷൻ ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല. സോ ഇത്രയും പെട്ടെന്ന് തന്നെ ടീം CCയോടൊപ്പം ജോയിൻ ചെയ്യുക. ഇനി ഈ നമ്മൾ കഴിഞ്ഞ എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ക്വസ്റ്റ്യൻസിൽ വന്നതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇനി പുതിയതായിട്ട് എഴുതാൻ പോകുന്നവർ, അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവും അല്ലേ? അപ്പൊ അവർക്കൊക്കെ കൂടി ഒരു ഇൻഫർമേഷൻ ആണ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ് കൊണ്ട് പാസ് ഓൺ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഡാഷ് സെഡ് she would buy the flowers herself. Thus begins the novel named for the title character. നമുക്കൊരു വർക്ക് അറിയാം, അതിന്റെ ഓതറിനെ അറിയാം, അതിലെ ക്യാരക്ടേഴ്സിനെ അറിയാം, ഇമ്പോർട്ടൻറ്റ് കോട്ട്സ് അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ബിഗിനിങ് ഡയലോഗ്സുകളോ അല്ലെങ്കിൽ സെന്റൻസുകളോ ഫ്രേസുകളോ ഒന്നും നമ്മൾ ഓർത്തിരിക്കാറില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഈ സെറ്റ് എക്സാമിനും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന. അപ്പം ഏത് നോവലിന്റെ ഫസ്റ്റ് ലൈൻ ആണ് ആ ക്യാരക്ടർ ഹെർസെൽഫ് എന്ന് പറയുന്നുണ്ട് അല്ലെ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ മോൾ ഫ്ലാൻഡേഴ്സ്, ഓപ്ഷൻ ബി ജെയിൻ അയർ, ഓപ്ഷൻ സി എമ്മ ആൻഡ് ഓപ്ഷൻ ഡി മിസ്സസ് ഡാലവേ. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് മിസ്സസ് ഡാലവേ. മിസ്സസ് ഡാലവേ സെഡ് she would buy the flowers herself.
The opening line of Virginia Woolf's 1925 novel Mrs. Dalloway. Adana, Mrs. Dalloway said she would buy the flowers herself. So it's a novel written by Virginia Woolf. Okay. Next question. The voice for the literature of reconnection who contends that the new nation language is an English which is like a howl or a shout or a machine gun or the wind or a wave. അപ്പം എങ്ങനെയാണ് നേഷൻ ലാംഗ്വേജിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? സോ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് നേഷൻ ലാംഗ്വേജ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രെത്ത് വെയ്റ്റ്. അത് നമുക്കറിയാം അല്ലെ? അപ്പം ഈ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യനും വായിച്ച് അതിൻ്റെ ഒരു ആൻസറിലേക്ക് എത്താൻ നമ്മളെ കണക്ട് ചെയ്യിക്കുന്ന ഒരു വേർഡാണ് നേഷൻ ലാംഗ്വേജ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നോക്കുമ്പം ബ്രെത്ത് വെയ്റ്റ് ഈസ് ദയർ. സോ ഡെഫിനറ്റ്ലി ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കമുവ ബ്രെത്ത് വെയ്റ്റ് ആണ്. ഓക്കെ, ഹി ആർഗ്യൂസ് ദാറ്റ് nation language is an English which is like a howl or a shout or a machine gun or the wind or wave. The voice for the literature of reconnection who coined the term nation language and described it as like this by Kamua Braithwaite. Okay, clear? അങ്ങനെ കണക്ട് ചെയ്തും നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ്, he was the best beggar in his house is a reference to option A, miller, beggar. He was the best beggar in his house. The miller, the friar, the franklin and the manciple. Of course, it is actually a reference to one of the characters created by Geoffrey Chaucer in his work Canterbury Tales, right? So, he was the best beggar. Who was the best beggar? It is the friar. Okay, so let's move to the reference. The line, he was the best beggar, is a reference to friar in Geoffrey Chaucer's Canterbury Tales. In the prologue, Chaucer describes friar as a corrupt, charming and manipulative figure who, despite being forbidden from begging, excels at it. Okay, especially within his house. House means convent or fraternity. The text specifically notes his skill in getting donations even from poor widows. Actually, he is not allowed to beg, but he is a man who excels at begging. അല്ലേ? അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ചോസറിന്റെ കാൻറ്റർബറി ടേൽസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ക്വസ്റ്റ്യൻസ്, നേഷൻ ലാംഗ്വേജ് ഒക്കെ നമുക്ക് അറിയാം, റീസെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With this key, Shakespeare unlocked his heart, said dash of dash. Okay, അപ്പൊ ഷേക്സ്പിയറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഓഫ് കോഴ്സ് അതിന് ശേഷമുള്ള റൈറ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കും. ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നതും അതിനുശേഷമുള്ള റൈറ്റേഴ്സിനെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ ജോൺസൺ അബൌട്ട് ഹാംലെറ്റ്, ഡ്രൈഡൻ അബൌട്ട് ദ കോമഡീസ് ഓഫ് ഷേക്സ്പിയർ, Wordsworth about the sonnets and Eliot the last place. The right answer is Wordsworth about the sonnets. Okay, ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. With this key, Shakespeare unlocked his heart, said William Wordsworth of Shakespeare's sonnets. The chord comes from Wordsworth's sonnet, Scorn Not the Sonnet, where he argues that Shakespeare used the sonnet form to reveal his personal emotions. ഇവിടെ നമുക്ക് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാം. This assertion was later challenged by Robert Browning. അത് നമുക്കൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യന് ചിലപ്പോൾ who challenged this എന്ന് ചോദിച്ചാൽ definitely we have to answer. It is Robert Browning. Next, a new birth of freedom. ആ ഒരു ഫ്രേസ് അതാണ് എഗെയിൻ ഒരു കോട്ടിൽ തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ഫ്രേസ് ഫേമസ്ലി യൂസ്ഡ് ബൈ ഓപ്ഷൻ എ വിറ്റ്മാൻ, ഓപ്ഷൻ ബി ഫ്രോസ്റ്റ്, ഓപ്ഷൻ സി നെഹ്റു, ഓപ്ഷൻ ഡി ലിങ്കൺ. സേ എ ന്യൂ ബർത്ത് ഓഫ് ഫ്രീഡം. ഇറ്റ് ഈസ്
somewhat in connection to Lincoln, അല്ലേ? നമുക്ക് നോക്കാം. Lincoln. Okay, so the right answer is Lincoln. He famously used this phrase in his Gettysburg address on November 19. അതൊന്നും നോക്കിയില്ലേലും എന്താണ് ഇതിന്റെ ഒരു background? This phrase appears in the closing as Lincoln declared that this nation under God shall have a new birth of freedom, and that government of the people, by the people, for the people shall not perish from earth. Okay, അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? It is linked to Lincoln. Okay, next, the writer who essayed to vindicate the ways of God to man, അല്ലേ? അത് മിൽട്ടനുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് ആ ലൈൻ വായിക്കുമ്പോൾ തോന്നും. കാരണം ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിൽ ഹി വോണ്ട്സ് ടു റൈറ്റ് പോയട്രി ടു ഹാവ് കണക്ഷൻ വിത്ത് ഗോഡ്. ഹി വോണ്ട്സ് ടു സെർവ് ഗോഡ് ത്രൂ പോയട്രി. പക്ഷെ മിൽട്ടൺ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു വിൻഡിക്കേറ്റ് എന്നുള്ള വേർഡ് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കും. സോ ദിസ് the right answer is Alexander Pope. Okay, in his philosophical poem An Essay on Man, Pope wrote, laugh where we must, be candid where we can, but vindicate the ways of God to man. Okay, Father Alexander Pope inde contribution. Okay, ini nammade next question. The line relating to eternal note of sadness, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Eternal note of sadness is from Oedipus Rex, the Iliad, the Bible, Dalloway Beach. Of course, everybody, എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പം ആൻസർ ചെയ്ത് കാണും. So the right answer is the Dalloway Beach by Matthew Arnold. The line appears in the first stanza of Arnold's famous lyric poem Dalloway Beach in 1867. Clear? Okay. Then next quote is here. And this also has been one of the dark places of the earth, said the fictional narrator. Ishmael, Marlowe, Rusty, Swaminathan. എന്തോ ഡാർക്കുമായിട്ട് റിലേറ്റ് ചെയ്തത് അങ്ങനെ കണക്ട് ചെയ്താൽ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ ക്യാരക്ടർ ആയിക്കൂടെ? സോ ഡെഫിനറ്റ്ലി ദ റൈറ്റ് ആൻസർ ഈസ് മാർലോ, ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദ വർക്ക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ജോസഫ് കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിൽ നിന്നാണ് ഈ ഒരു ഫേമസ് കോട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Lily the caretaker's daughter begins the action in option A, the dead, option B, the alive and the dead, option C, the possessed, and option D, the insulted and humiliated. നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സെറ്റിന് ഒരിക്കലും അത്രയും ഡീപ്പർ ലെവലിൽ പോവില്ല. പക്ഷെ ഇനി നമുക്ക് മനസ്സിലായി ഓരോ ചാപ്റ്ററിലെയും ഓരോ ഓതേഴ്സിന്റെയും ഇതുപോലുള്ള കോഴ്സുകളും നോട്ട് ചെയ്ത് തുടങ്ങണം അല്ലേ? ഓക്കെ, അപ്പം ഏതാണ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ ചെയ്യാത്തവരോടാണ് അത് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ദ ഡെഡ്. And it is written by James Joyce, and it is James Joyce's famous short story and the final story in his collection Dubliners. Okay, adile final story odiyana. Lily the caretaker's daughter is the very first character introduced. She is depicted as being run off her feet while assisting guests with their coats at the annual Mrs. Morgan's party. അതൊന്നും നമുക്ക് വേണ്ട, ഓർക്കുക. This is by James Joyce and it is the final story in the collection of Dubliners. ഇനി the work in which Virginia Woolf abjured the label the feminist. ഏതാണ്? റൂം ഓഫ് വൺസ് ഓൺ നമുക്ക് ഫെമിലിയർ ആണ്. ഒർലാൻഡോ, 3 Guineas, Kew Gardens. The right answer is 3 Guineas. Okay. In her 1938 book, she abjured or rejected the label of feminist. Clear? ഇത് നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത, നമുക്കറിയാം വുമൺ മസ്റ്റ് ഹാവ് മണി ആൻഡ് റൂം ഓഫ് ഹെർ ഓൺ. അത് ചോദിച്ചിരുന്നാൽ വി വിൽ ഡെഫിനറ്റ്ലി ആൻസർ അല്ലേ? ദാറ്റ് ഈസ് ഫ്രം എ റൂം ഓഫ് വൺസ് ഓൺ ബൈ വിർജീനിയ വുൾഫ്. പക്ഷെ ഈ ഒരു കോട്ട് നമ്മളെ ഇത്തിരി കൺഫ്യൂസ്ഡ് ആക്കി. ഇപ്പൊ അതൊരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തു. What female heart
can gold despise is a question posed by option A, Alexander Pope, option B, Abraham Cowley, option C, Thomas Gray, and option D, Thomas Carlyle. ഇവരെല്ലാം നമുക്ക് ഫേമസ് റൈറ്റേഴ്സ് ആണ് അല്ലേ? But Thomas Gray is the right answer. What female heart can God despise? This line appears in his poem Ode on the Death of a Favorite Cat drowned in a tub of goldfishes. The poem was written about a cat named Selima, belonging to his friend Horace Walpole, the writer of Gothic novel Castle of Otranto, which drowned while trying to catch goldfish. Okay, അപ്പം അത് നമ്മുടെ തോമസ് ഗ്രേയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി നിങ്ങളുടെ സ്ട്രാറ്റജീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ CC-യിൽ ജോയിൻ ചെയ്യുക താല്പര്യമുള്ളവര്. കാരണം CC-യിൽ ലോങ് ടേം ബാച്ച് ചെയ്ത് ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം എന്താണേലും ജോയിൻ ചെയ്യാം, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരുപാട് പെൻഡിങ് പോർഷൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ലോങ് ബാച്ച് എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ്സസ് 400+ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. വീക്ക്ലി മോഡൽ എക്സാംസ് ഉണ്ടാവും, വർക്ക്ഔട്ട് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് എന്താണേലും ഒരു മെന്റർഷിപ്പ് ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ നിങ്ങളെ ഫോഴ്സ് ചെയ്താൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അങ്ങനെ PYQ ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫാക്കൽറ്റീസ്, സെറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ, ആൽഫിൻ സാറൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, ശാന്തിനി മിസ്. ഓക്കെ, ഇവരെല്ലാം ഉണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.